عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിർലല്ലാഹ്. മാനവ സഞ്ചാരം വയനാട്ടിലെത്തിയപ്പോൾ മനസ്സിനെ ആവേശം കൊള്ളിച്ച കുളിരണിയിച്ച ആ ഓർമ്മ പങ്കുവെച്ചത് ഒരു പൊതുപ്രവർത്തകൻ. അതെ, വയനാടിലെ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ നാം മറന്നിട്ടില്ലല്ലോ. എത്രയാ ഗ്രാമങ്ങൾ ഒലിച്ചു പോയത്, മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ ആ വാർത്തകൾക്കിടയിൽ പ്രത്യേകം ഓർമ്മിച്ചു പോയ രംഗം അദ്ദേഹം പങ്കുവച്ചപ്പോഴാണ്. 4ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. മാനസിക സംഘർഷം കൊണ്ടാകാം. എന്ത് കാരണം? കൂടെ പഠിച്ചിരുന്ന 2 പേർ മലവെള്ളത്തിൽ ഒലിച്ചുപോയി. കൂട്ടുകാരെ നഷ്ടപ്പെട്ട ദുഃഖമാണ്. ഇനി ആരും കൂട്ടിനില്ലല്ലോ. എങ്ങനെ ക്ലാസ്സിൽ പോകും? അതെ, ഇതിൻ്റെ പരിഹാരം പിന്നീട് എന്താണ് ഉണ്ടായത്? അവിടെ ചിന്തിക്കാനുള്ളത്. ഈ വിദ്യാർത്ഥിയോടൊപ്പം നേരത്തെ സ്കൂളിലുണ്ടായിരുന്ന 2 കുട്ടികൾ മറ്റൊരു കലാലയത്തിലേക്ക് TC വാങ്ങിപ്പോയിരുന്നു. അവരെ കിട്ടുകയാണെങ്കിൽ പഠനം തുടരാം. അതെ, ആ കുടുംബങ്ങൾ വിവരമറിയിച്ചു. ആ സ്കൂളിൽ നിന്നുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ക്ലാസ്സിൽ പോകാൻ മടിച്ച ബദ്രിയോടൊപ്പം അസ്ലമും മറ്റൊരു കൂട്ടുകാരും പഠിക്കാൻ വരികയാണ്. അതേ, പഠനം എൻ്റെ സഹകരണം കൊണ്ട്, എൻ്റെ സാന്നിധ്യം കൊണ്ട് കൂട്ടുകാരൻ പഠിക്കുകയാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. 2 കുടുംബങ്ങളും അതിനോട് യോജിച്ചു. 2 മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നത് പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം. ഇവിടെയാണ് മാനവ കൂട്ടായ്മകളുടെ, സഞ്ചാരങ്ങളുടെ, പ്രവർത്തനങ്ങളുടെ, ചിന്തകളുടെ പ്രസക്തി ഏറെ വർദ്ധിക്കുന്നത്. ഇതിനിടെ വയനാടിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച ദുരന്തപൂർണമായ അല്ലെങ്കിൽ അറുവഷളൻ ഒരു ഓർമ്മയും കൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതില്ലേ? തൊട്ടൊരു ദിവസമായിരുന്നല്ലോ കേന്ദ്ര ഭരണകൂടത്തിലുള്ള ഒരു വ്യക്തിയോട് വയനാട്ടിലെ നാട് ഒലിച്ചു പോയതിനെ കുറിച്ച് ചോദ്യം വരുന്നു. നാട് ഒലിച്ചിട്ടില്ലല്ലോ, 1 2 വാർഡുകളല്ലേ ഒലിച്ചു പോയത് എന്നായിരുന്നു ഭരണാധികാരിയുടെ കമന്റ്. എന്തൊരു മനുഷ്യത്വരഹിതമായ പ്രതികരണമാണ്. 1 വാർഡോ 2 വാർഡോ ഒലിച്ചു പോയതൊന്നും അയാൾക്കൊരു വിഷയമല്ല. ഒരു വ്യക്തി ഒലിച്ചു പോയാൽ അത് ഏത് കുടുംബമാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഏത് സമുദായമാകട്ടെ, നമ്മുടെ മനസ്സ് പിടയില്ലേ? അതല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണാധികാരികൾ സ്നേഹം കുറഞ്ഞു വരുന്നു, ജനക്ഷേമം ഇല്ലാതെയാകുന്നു. അവർക്കവരുടെ അധികാരം വേറെന്തൊക്കെയോ നേടണം. ഭരണത്തിന് കീഴിലുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വിരോധമില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നൊരു നിലപാടിലേക്ക് ആധുനിക ലോകത്തെ ഭരണാധികാരികൾ വഴുതി പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭരണകൂടങ്ങളെ തിരുത്തേണ്ട തിരുത്തൽ ശക്തി സാമൂഹ്യ കൂട്ടായ്മയിൽ നിന്ന്, മാനവ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അഹ്മദ് കബീർ റിഫായി തങ്ങളുടെയൊക്കെ മനുഷ്യസ്നേഹം വായിച്ചു പോയതല്ലേ ഉള്ളൂ, കേട്ടതല്ലേ ഉള്ളൂ. അതിൽ ഷെയ്ഖ് ജീലാനി ഭരണാധികാരികളെ ഉപദേശിച്ച് നന്നാക്കാൻ നടത്തിയൊരു ശ്രമം കൂട്ടത്തിൽ നാമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് വളരെ ആവേശത്തോടെ തന്നെ, ചിന്താർഹമായിട്ട് തന്നെയാണല്ലോ നാം കാണേണ്ടത്. നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു ജനങ്ങൾക്ക്. ഷെയ്ഖ് ജീലാനി പോലുള്ളവർ അത് പ്രാവർത്തികമാക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ കൂട്ടത്തിൽ അനേകായിരങ്ങൾ വഅദ് കേൾക്കാനും നസീഹത്ത് കേൾക്കാനും ഉപദേശം കേൾക്കാനും തടിച്ചു കൂടുന്നതും അതും കൗതുകരം തന്നെയാണ്. തൻ്റെ ഉപദേശത്തിൽ എടുത്തുദ്ധരിച്ച ചിത്രകന്മാരിൽ ഒരു കാര്യം, അയ്യറുദ്ദ കതീറൻ മിനൽ ഹുക്കാമിൽ ളാലിമീൻ അൻ ളുൽമിഹിം, അക്രമികാരികളായ, അക്രമവാസനയുള്ള ഭരണാധികാരികളെ, അൻ ളുൽമിഹിം, അവരുടെ ആ ആക്രമണ പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്.
ഭരണം കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വച്ഛാധിപതിയായി ചിലർ മാറിയേക്കാം. സ്വച്ഛാധിപത്യ ചിന്തകൾ വന്നേക്കാം. അധികാരമില്ലേ കയ്യിൽ, എന്തുമാകാം, എന്തും പ്രവർത്തിക്കാമെന്ന ചില മർക്കടമുഷ്ടിയും മനോഭാവവും ചിലർ പിടികൂടിയേക്കാം. നല്ലതാണെന്നല്ല പറയുന്നത്. അത്തരക്കാരെ ഉപദേശിച്ചും തിരുത്തിയും ബോധവൽക്കരിച്ചും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞും തിരുത്തി നല്ലവരാക്കി എടുക്കാനുള്ള ഒരു പ്രവണത, ഒരു പ്രവർത്തനം, അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ. ഹിശാബ് ബിൻ ഹക്കീം, ഹിശാബ് ബിൻ ഹക്കീമിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മറബിഷാം, ഷാമിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ കണ്ടു. അവരെ വെയിലത്ത് എന്തോ ഒരു എണ്ണയൊക്കെ തലയിൽ ഒഴിച്ചു എന്തോ ഒരു പ്രാകൃതമായ ഒരു ശിക്ഷാമുറ ശിക്ഷിക്കപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. മഹാദ, എന്താണ് ഈ കാണുന്നത്? അദ്ദേഹം തിരക്കി. അപ്പോൾ മറുപടി കിട്ടി, തൊഴിൽ സംബന്ധമായ ചില വിഷയങ്ങൾ, അതിൻ്റെ പേരിലാണ് അവർക്ക് ഈ ശിക്ഷ. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമൊക്കെ അവിടെ പറയുകയാണ്, അല്ലാഹു തആല ജനങ്ങളെ ശിക്ഷിക്കും, ഒരു വിഭാഗം ആളുകൾ ശിക്ഷിക്കും. ആരെയാണ് അവർ ജനങ്ങളെ ശിക്ഷിക്കുന്നു, അത്തരക്കാരെ അല്ലാഹു ശിക്ഷിക്കും എന്നൊക്കെ തുടങ്ങിയ ഉപദേശങ്ങളൊക്കെ അവിടെ സാന്ദർഭികം എടുത്തു വച്ചതിനോടൊപ്പം തന്നെ ചരിത്രത്തിൽ കാണാം. അവിടെ തിരുത്തൽ ശക്തിയെക്കുറിച്ചാണല്ലോ നാം സൂചിപ്പിച്ചത്. ഫദഖല അലൽ അമീർ, ഭരണാധികാരിയുടെ സമീപത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചു, ഇത്തരം ശിക്ഷാ നടപടികൾ നല്ലതല്ല. ചരിത്രത്തിൽ കാണാം, ആ ഭരണാധികാരി ഓർഡർ ഇട്ടു അവരെ വിട്ടയക്കണമെന്നത്. ജനങ്ങളെ, നിരപരാധികളൊക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ആക്രമിക്കപ്പെടുന്നുണ്ട്. ചിലർ ജയിലിലാകുന്നുണ്ട്, ചിലർ പോലീസിന്റെ കയ്യിൽ നിന്നുകൊണ്ട് അടിയും പിടിയൊക്കെ മേൽക്കും. കോടതി തന്നെയും ഒക്കെ നമ്മൾ ചില നിയമ നടപടികളും പ്രഖ്യാപനം കാണുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അതെ, നിയമപാലകരോടും എല്ലാവരോടും ഭരണം കയ്യിലുള്ളവരോടും നല്ല കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ നല്ലതല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലതല്ലെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയും വേണമല്ലോ. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു ഹിംസിന്റെ ഭരണചക്രം തിരിക്കുന്ന സമയം എല്ലാ വിഭാഗം ആളുകളും സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെയും കൂട്ടായ്മകൾ തീർത്ത ചരിത്രാനുഭവങ്ങളാണ് നമുക്ക് വായിക്കാനും ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങൾക്കൊക്കെ സന്തോഷകരമായ ഒരു ഭരണസാഹചര്യം മുന്നോട്ട് നീങ്ങുമ്പോൾ റോമൻ ചക്രവർത്തി അവിടെ കടന്നു വരാൻ സൈന്യവുമായി എന്തോ ഒരു ആലോചന ഖാലിദ് ശ്രദ്ധയിൽ കിട്ടും. അദ്ദേഹം അനുയായികളോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഇവിടെ ഏറ്റുമുട്ടാനോ തർക്കത്തിനൊന്നുമില്ല. ആ സമയത്ത് ഖാലിദുല്ലാഹിന്റെ ആശയമോ ആദർശമോ മതമോ അംഗീകരിക്കാത്ത തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഖാലിദ് എന്ന ഭരണാധികാരിയോട് വന്നുകൊണ്ട് പറഞ്ഞു, അയ്യുഹൽ ഖായിദ്, അല്ലയോ ജനങ്ങളുടെ നേതാവേ, നിങ്ങൾ വിട്ടുപോകല്ലേ, നിങ്ങൾ രാജ്യം വിട്ട് ഒരിക്കലും പോകരുതേ. കാരണം ലഖദ് അറഫ്ന മിൻകും ഫി അയ്യാമിൻ ഖലീല, ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അദ്ലക്കും വ ഇഹ്സാനക്കും, അതെ, നിങ്ങളുടെ നീതി, നിങ്ങളുടെ നന്മ. അതുകൊണ്ട് വേറെ നീതികേടൊന്നും ചെയ്തിട്ടില്ല, ആരെയും ആക്രമിച്ചിട്ടോ ദ്രോഹിച്ചിട്ടൊന്നുമില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു പ്രഖ്യാപനമോ പ്രവർത്തനമോ ഇവിടെ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, വേണ്ടി വന്നാൽ നമുക്കൊക്കെ ഏറ്റുമുട്ടാം. ഇസ്നാഫി ഇസ്ലാം, അദാലത്തിൽ ഇസ്ലാം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതിയുടെ തണലിൽ നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം. ഇനി മറ്റൊരു വിധിയാണ് നമുക്കുള്ളതെങ്കിൽ ആ വിധിയെ നമുക്ക് നേരിടാം. എന്തായാലും നിങ്ങൾ നാട് വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞത് ഇതര വിഭാഗങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ ഭരണത്തിൽ ഒരു ആക്രമണ മനോഭാവം കണ്ടിട്ടില്ല, നീതികേട് കണ്ടിട്ടില്ല എന്നതല്ലേ മനസ്സിലാകുന്നത്. ഞങ്ങളുടെ മതം ഇവിടെ വരട്ടെ, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇവിടെ വരട്ടെ എന്നല്ല അവർ ആഗ്രഹിച്ചത്. പ്രത്യയശാസ്ത്രം ആര് ഏത് കൈ പിടിച്ചാലും പുലർത്തുന്നത് മനുഷ്യൻ ഉപകാരമുള്ള, എല്ലാവർക്കും ഗുണം ലഭിക്കുന്ന പ്രവർത്തനങ്ങളാകണം ഭരണാധികാരികളിൽ നിന്നുണ്ടാകേണ്ടത് എന്നൊരു തത്വമാണ് ഇസ്ലാമിൻ്റെ ഭരണകൂട ചരിത്രങ്ങളിൽ. ഇങ്ങനെ നമ്മൾ തെരഞ്ഞ് പിന്നോട്ട് പോയാൽ നൂറുകണക്കിന് സൂര്യപ്രകാശം പോലത്ത അനുഭവങ്ങൾ ഇവിടെ വായിക്കാൻ കഴിയും. സിദ്ദീഖ് റളിയല്ലാഹു ഷാമിലേക്ക് അയച്ച തൻ്റെ സൈന്യത്തോട് പറഞ്ഞെന്താ, ലാ തഖൂനു വലാ തദ്റു, വഞ്ചനയും ചതിയൊന്നും നടത്തല്ലേ, പോകുന്ന വഴിക്ക് വല്ല കുട്ടികളെ സ്ത്രീകളെ കണ്ടാൽ ലാ തഖ്തുലു തിഫ്ല മിനൽ ഇംറാ, അവരെന്നും നിങ്ങൾ വധിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല. ഇങ്ങനെയായിരുന്നു നല്ല ഉപദേശങ്ങൾ. ഇപ്പോൾ ഭാരതത്തിന്റെ ചരിത്രം തന്നെ എടുക്കുമ്പോഴും സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ വാക്കുകൾ
വളരെ പ്രശസ്തമാണ്. മുഹമ്മദീയർ ഇവിടെ കടന്നു വന്നത് നമ്മുടെ രാജ്യത്ത് നല്ലൊരവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സാക്ഷാൽ വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ അജ്മീർ ഹാജിയുടെയൊക്കെ ചരിത്രം മുതൽ സൂഫിയാക്കളുടെ ചരിത്രവും ഭരണാധികാരികളുടെ ചരിത്രവും ഔറംഗസീബ് പോലുള്ളവരൊക്കെ ഭരണാധികാരികളുടെ ചരിത്രത്തിലുമൊക്കെ നീതിയുടെ എമ്പാടും പ്രോജ്വലിച്ചു നിൽക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ഏറെ കാണാനും ദർശിക്കാനും വായിക്കാനും ബോധവൽക്കരിക്കാനും ഒക്കെ കഴിയുമ്പോൾ, അഥവേ ഇന്നത്തെ കാലഘട്ടത്തിലും മാനവ സഞ്ചാരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്, ഏറെ പ്രസക്തിയുണ്ട്. ജനാധിപത്യ ഭരണകൂടമാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാഷ്ട്രത്തിലുമൊക്കെ നിലനിൽക്കുന്നത്. ജനങ്ങളുടെ ഭരണം, ജനങ്ങളുടെ അധികാരം എന്ന് പറയുമ്പോൾ തന്നെ സ്വച്ഛാധിപത്യങ്ങൾ പല സ്ഥലത്തും പ്രകടമാകുകയും അധികാരം വെട്ടിപ്പിടിക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി സ്വജനപക്ഷപാതം, അത് സ്വന്തം ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്നുമൊക്കെ ആകാമെന്ന് വയ്ക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കിടയിൽ പലരുടെയും അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നതും ഒരുപക്ഷെ ഭരണത്തിൻ്റെ തണലിൽ തന്നെ അംഗീകാരത്തോടെ തന്നെ മറ്റുള്ളവരെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന അതിദാരുണമായ, ദുഃഖകരമായ, ഒരിക്കലും ന്യായീകരിക്കാൻ അവകാശമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് പോലും അങ്ങുമിങ്ങും നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുത മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. ഈ ഒരു വേളയിൽ നമ്മുടെ മാനവ കൂട്ടായ്മകൾ നടക്കണം, മാനവ സഞ്ചാരങ്ങൾ നടക്കണം, മാനവ ചിന്തകൾ നടക്കണം. മനുഷ്യന് നല്ലൊരു സ്ഥിതിവിശേഷം വന്നു ചേരണം. പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബലർ, പാവപ്പെട്ടവർ, അശക്തർ, അവഗണിക്കപ്പെട്ടവർ, അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാവിധ കൂട്ടായ ശ്രമങ്ങളും രാജ്യത്ത് കൂടുതൽ രൂപപ്പെടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.